അങ്ങനെ രാവിലത്തെ ജെറ്റ് സ്കീ റൈഡൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് ഇനി അടുത്തൊരു ബീച്ചിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് നാളത്തെ സ്ക്യൂബയ്ക്ക് മുന്നായിട്ട് ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ട്. ഇതാണ് നൈജലാണ് അവിടുത്തെ സ്ക്യൂബ ടീമൊക്കെ ലീഡ് ചെയ്യുന്നത്. നൈജലിൻ്റെ ഒരു ചെറിയൊരു 10-20 മിനിറ്റിൻ്റെ ഒരു ബ്രീഫിംഗ് ഉണ്ട്. ഈ സ്ക്യൂബയ്ക്ക് മുന്നേ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടും മെഡിക്കലിനെ പറ്റിയിട്ടും എന്തൊക്കെയാണ് എത്ര മണിക്കാണെന്നുള്ളതൊക്കെ പറയണ്ടേ. അത് പറഞ്ഞു കഴിഞ്ഞ് നേരെ കാലാപത്തർ ബീച്ചിലേക്കാണ് ഈ യാത്ര. ഒരു സൈഡിൽ കാടും മറ്റേ സൈഡിൽ കടലും. അടിപൊളി നൈസ് റൈഡായിരുന്നു. അങ്ങനെ ഞാൻ പോയ ബീച്ചസിൽ ഇപ്പോൾ രാധാനഗറും കാലാപത്രം നോക്കുമ്പോൾ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് കാലാപത്രമായിരുന്നു. കാരണം രാധാനഗർ ഭയങ്കര ക്രൗഡഡും പോയത് നല്ല വെയിലുള്ള സമയത്തുമായിരുന്നു. പക്ഷേ ഇതൊരു നൈസ് ടൈമായിരുന്നു, ഒരു വെയിലാറിയൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് കാലാപത്രമായിരുന്നു. ഈ കാലാപത്തർ എന്നുള്ള പേര് വരാൻ കാരണം ബ്ലാക്ക് സ്റ്റോൺ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2 ഷെയ്ഡ് കാണുന്നുണ്ടോ? കടലിന് ഒരു കുറച്ചങ്ങോട്ടേക്ക് ഡെപ്തിൽ പോകുമ്പോൾ അവിടെ ഒരു കറുത്തൊരു വര പോലെ കാണും. അത് ഈ കല്ലടി കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കാലാപത്തർ എന്നുള്ള പേരുള്ളത്. ഇപ്പോൾ ഇവിടെ കുറേ ഷോപ്സ് കാണാം. അതിനകത്ത് കുറേ കോറൽസും അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാഗരികയിൽ കണ്ടിട്ടുള്ള വല്ല സാധനങ്ങൾ അതുപോലത്തെ ഒരു സാധനം ഞാനിവിടെ കണ്ടിരുന്നു. അതാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ ലോക്കൽ ഷോപ്സ് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടോ, നിങ്ങളൊരു ലെയർ കണ്ടോ, ബ്ലാക്ക് കളർ, അതാണ് സാധനം. അപ്പോൾ ഇവിടുത്തെ ബീച്ച് കുറച്ചുകൂടെ പീസ്ഫുള്ളായിരുന്നു, അത്ര ക്രൗഡഡ് അല്ല. പക്ഷേ ഈ ബ്ലാക്ക് വരേണ്ട ഒരു ലൈനുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ പിന്നെ എന്താ പറയുക, ഒരു കാം മൂഡിൽ, അതിപ്പോൾ ഓരോരുത്തർ നമ്മളിപ്പോൾ എത്ര നല്ല സാധനമാണെങ്കിലും നമ്മളുടെ മൂഡ് അനുസരിച്ചല്ലേ നമ്മളത് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ രാധാനഗറിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് ഈ ബീച്ചായിരുന്നു, കാലാപത്തറായിരുന്നു. അവിടെ വാട്ടർ സ്പോർട്ടും പരിപാടികളും വാട്ടർ സ്പോർട്ടൊന്നുമില്ല ഇവിടെ, ഭയങ്കര കാം പരിപാടിയാണ്. ബീച്ച് സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ അവനവൻ്റെ എന്താ പറയുക, അവനവൻ തന്നെ ഓരോ ബോളോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യുക. അങ്ങനത്തെ വളരെ ചില്ലായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇത്. നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ നൈസായിരിക്കും. ഒരു വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി, ഒരു ബീച്ച്, ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.